അപ്പം ഗൈസ് നല്ല മൊരാന്നിരിക്കുന്ന പരിപ്പ് വടയാണ് കേട്ടോ ഗൈസ്. ഇത് ഉണ്ടാവും നല്ല അടിപൊളി പരിപ്പ് വടയാണ്. കഴിക്കുമ്പോഴൊക്കെ നല്ല സൗണ്ടായിട്ടോ മൊരാന്ന. നല്ല മൊരാന്നിരിക്കുന്ന പരിപ്പ് വടയാണ് ഗൈസ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് 4 മണിക്ക് നമുക്കൊരു നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഈ പരിപ്പ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പരിപ്പ് വട ഉണ്ടാക്കാം കേട്ടോ. ഇതേ പരിപ്പ് നല്ല വൃത്തിക്ക് ഇതേപോലെ കുറേ സമയം ഒരു 6 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഈ കുതിർന്ന പരിപ്പ് ഞാൻ അരിപ്പിക്കകത്തൊക്കെ ഇട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്ത് വെച്ചിരിക്കുവാണേ. പിന്നെ നമുക്ക് വേണ്ടത് ഇതേ ഞാനൊരു 2 കഷ്ണം ഇഞ്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. പിന്നെ ചതച്ച മുളകില്ലേ, ചതച്ച മുളക് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി വേണം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഓയിൽ, അത്ര കാര്യങ്ങളൊക്കെ മതി കേട്ടോ. അപ്പം നമുക്ക് ഈ പരിപ്പിൻ്റെ കുറേ എടുത്തങ്ങ് ചതയ്ക്കണം. നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കണം. ബാക്കി നമുക്ക് കുറച്ച് ക്രഷ് ചെയ്യാതെ എടുത്ത് വെക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഓക്കെ. അപ്പം ഗൈസ്, ഞാൻ ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപ്പിൻ്റെ കുറച്ച് നമുക്ക് വേറെ എടുത്ത് വെക്കാവേ. ഇടയ്ക്ക് ഇത് ചതയ്ക്കണ്ട കേട്ടോ. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി വേറെ എടുത്ത് വെക്കാം. ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം പരിപ്പ് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേ ഗൈസ്, ഞാൻ പരിപ്പെല്ലാം ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് അരയണം കേട്ടോ. നമുക്കിതൊന്ന് പരിപ്പൊന്ന് പിടിക്കാനായിട്ട് ഇച്ചിരി ഒന്ന് അരയണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഇത് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ബാക്കി പരിപ്പും കൂടെ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഗൈസ്, പരിപ്പൊക്കെ ഞാൻ ഇതേപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി നന്നായിട്ട് ഫൈനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല. കുറച്ച് ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചതയ്ക്കാത്ത ഇച്ചിരി പരിപ്പ് ഞാൻ എടുത്ത് വെച്ചില്ലേ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്, ഒന്ന് കടിക്കാനൊക്കെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ചതച്ച മുളകില്ലേ, അത് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നമുക്കൊന്ന് ചുമ്മാ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില അരിഞ്ഞ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. ഉണ്ടല്ലോ ഗൈസ്, ഈ ചുമന്നുള്ളി അരിഞ്ഞില്ലേ, അതിൽ നിന്ന് കുറച്ച് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതും ഈ പച്ചമുളകും കുറച്ച് അതേപോലെ ഇഞ്ചിയും കുറച്ചൊന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചതയ്ക്കാതെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാനിത് കൈവച്ച് ഇളക്കുവാണേ. കൈവച്ച് ഇളക്കുമ്പോഴാണ് എല്ലായിടത്തും ഒന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിതെല്ലാം കൈവച്ച് തന്നെ നല്ല വൃത്തിക്ക് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് പിടിച്ച് നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക്
നമ്മുടെ പരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി കയ്യിൽ ഇച്ചിരി ഓയിൽ എന്തെങ്കിലും പുരട്ടണം കേട്ടോ. ഇതേപോലെ നമുക്ക് ഇച്ചിരി നന്നായിട്ട് പരത്തണം കേട്ടോ. ഈ നടുവൊക്കെ നന്നായിട്ട് പരകണം, അല്ലെങ്കിലേ പിന്നെ എന്താ വേഗത്തില്ല കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ പഴയ ചാനലിൽ 1-2 പരിപ്പ് വടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. വാഴക്കൂമ്പും പരിപ്പും വെച്ചിട്ടുള്ളൊരു പരിപ്പ് വടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സപ്പോർട്ട് അതിന് കിട്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളിയൊരു ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് നല്ല റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വാഴക്കൂമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ല നല്ല പരിപ്പ് വടകളും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഗൈസ്, പരിപ്പ് വടയൊക്കെ ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് തിരിച്ച് മറിച്ച് എടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങ് കോരി മാറ്റിയേക്കാം കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പ് വട എന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേ എല്ലാം ഞാൻ മൂത്ത് വന്നതെല്ലാം ഞാൻ കോരി എടുക്കുവാണ്. ഫസ്റ്റ് ട്രിപ്പ് മൂത്ത് വന്നതെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് അടുത്ത ട്രിപ്പ് ഇതേപോലെ നമുക്ക് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ എണ്ണ തേക്കണം കേട്ടോ. അന്നേരം അത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ നിന്ന് അത് എടുത്ത് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മൾ എണ്ണ തേക്കുന്നത്. അപ്പം ഞാൻ അടുത്ത ട്രിപ്പ് ഒരു 3-4 കൂടെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാമ്പഴം വെച്ചിട്ട് അടിപൊളി ഒരു കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ മാമ്പഴമൊക്കെ എല്ലായിടത്തും ഒത്തിരി ഉണ്ടല്ലോ. അപ്പം ഞാൻ അത് വെച്ചിട്ട് നല്ലൊരു കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, കാണാനും നല്ല ഭംഗിയായിരുന്നു, കഴിക്കാനും നല്ലതായിരുന്നു കേട്ടോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണണം. ചിലർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ദേ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടത് ഫ്രൈ ആക്കി വരട്ടെ. നല്ല മുരിഞ്ഞ് വരണം കേട്ടോ. എന്നാലാണ് പരിപ്പ് വട നല്ല ടേസ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഗൈസ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഒരു തക്കാളിയും സവാളയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറി ഞാൻ തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് നന്നായിട്ട് വൈറലാവുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 3600 പേരോളം എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ്. ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഞാൻ മാമ്പഴം വെച്ചിട്ടുള്ള കേക്ക് തയ്യാറാക്കിയത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് അത്ര റെക്കമെൻഡേഷനിൽ അത് വന്നിട്ടില്ല. എന്നാലും 2 ദിവസം കഴിയുമ്പോഴത്തേന് അതും റെക്കമെൻഡേഷനിൽ വരുമെന്ന് തോന്നുന്നു. ഏതായാലും എൻ്റെ ആ തക്കാളി സവാളയും വെച്ചിട്ടുള്ള ആ വീഡിയോ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. പിന്നെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേ അത് എപ്പോഴും നമ്മളെ ചാനലിൽ പോയി നോക്കും. ഞാനൊരു ദിവസത്തിലൊരു 150 പ്രാവശ്യമെങ്കിലും എൻ്റെ ചാനലിൽ ഞാൻ ആ പോസ്റ്റ് ചെയ്ത വീഡിയോ എങ്ങനെയായി, അത് വൈറലാവുന്നുണ്ടോ, അത് എത്ര വ്യൂസ് ഉണ്ട്, എത്ര അവേഴ്സ് അതിന് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും കേട്ടോ. എൻ്റെ 2 ചാനലിലും ഞാൻ നോക്കും. പക്ഷേങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ നവോമി ക്രിയേറ്റീവ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിലാണ് ഞാൻ ആ സവാളയുടെയും തക്കാളിയുടെയും ആ റെസിപ്പി ഇട്ടിരിക്കുന്നത്. അതിലാണതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പം ദേ നമ്മുടെ പരിപ്പ് വട എല്ലാം ഇവിടെ നല്ല രീതിയിൽ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പരിപ്പ് വടയും കൂടെ ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അടിപൊളി പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ബ്രൗൺ കളറായിട്ടുള്ള പരിപ്പ് വടയാണ്. കാണാനും നല്ല ഭംഗിയല്ലേ.
നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ പഴം കൂടെ വേണം കേട്ടോ, ചെറിയ പഴം. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷന്. അപ്പോൾ പരിപ്പ് വടയും കട്ടൻ ചായയും പഴവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അടിപൊളി വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക്